ഹലോ, അസ്സലാമു അലൈക്കും. ചിക്കനില്ലാതെയും അതുപോലെ ബീഫില്ലാതെയും നമുക്ക് കുറഞ്ഞ ചിലവിൽ നല്ല ടേസ്റ്റിയായ ഉക്കരനായിട്ടുള്ളൊരു കട്ലേറ്റ് ഉണ്ടാക്കാം. അത് മുട്ട കൊണ്ടുള്ള കട്ലേറ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഉരുളക്കിഴങ്ങ് തോലോട് കൂടി ഒന്ന് കഴുകിയെടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ വെള്ളവും ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കട്ലേറ്റിക്കുള്ള വലിയ ഉള്ളി, ഇഞ്ചി, ചപ്പിൻ്റെ ഇല, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളകൊക്കെയാണിത്. ഇനി നമുക്ക് മുട്ട കൂട്ടാൻ തയ്യാറാക്കാം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. നമുക്ക് ഉള്ളി വാട്ടിയെടുക്കണം. അപ്പോൾ ഉള്ളി ഇട്ട് ഏകദേശമൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ഇട്ട്, കറിവേപ്പിലിട്ട്, തക്കാളി ഇട്ട്. ഇപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. കുറഞ്ഞ മസാലകൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ അതിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ കട്ലേറ്റുള്ള മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്കും ഇതേപോലെ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇതൊന്ന് മൂടി വെച്ചു. ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട പൊട്ടിച്ചു വയ്ക്കണം. 2 മുട്ടയാണ് ഞങ്ങളിവിടെ പൊട്ടിച്ചു പാരുന്നത്. ഈ മുട്ടയും മസാലയും നല്ലവണ്ണം ഇളക്കി നമുക്കൊരു മുട്ടക്കൂട്ടം തയ്യാറാക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഉള്ളി ഇട്ട് നമുക്ക് കട്ലേറ്റിക്കുള്ള മസാല തയ്യാറാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ ഉള്ളി വേഗം വാടി കിട്ടിക്കോളും. ഏകദേശം ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചപ്പിൻ്റെ ഇല ഇതൊക്കെ ഒന്ന് ഇട്ട് ഒന്നും കൂടി നല്ലവണ്ണം വാട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതൊക്കെ ഇട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം, ആ പച്ചമണം മാറുന്നത് വരെ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. മസാല അവിടെ ആകുമ്പോഴേക്കും നമുക്കിവിടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് അത് വൃത്തിയാക്കി വെക്കാം. തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ലവണ്ണം ഉടച്ചെടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണക്കം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങും മസാലയും നല്ലവണ്ണം മിക്സ് ചെയ്യുക. നമ്മുടെ ഉരുളക്കിഴങ്ങും മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട കൂട്ടാൻ ആഡ് ചെയ്ത് കൊടുക്കണം.
ഈ മുട്ട കൂട്ടാനും ഉരുളക്കിഴങ്ങും മസാലയും എല്ലാം നമുക്കൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കുക. അങ്ങനെ മുട്ട കടലേറ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ബ്രെഡ് പൊടിച്ചിട്ടാണ് ഞങ്ങളിനി ഇതുണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്ത് മിക്സി ജാറിൽ ഇട്ട് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് വെച്ച ഒരു മുട്ടയാണിത്. പിന്നെ ഒരു കുപ്പിയുടെ അടപ്പെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് പിന്നെ എല്ലായിടത്തും ആക്കിയതിന് ശേഷം മസാലകൾ നിറക്കാം. മസാല നിറച്ചതിന് ശേഷം ആ മസാല നമുക്ക് ഒന്ന് മുട്ടയിൽ മുക്കി നമ്മുടെ ബ്രെഡിലൊന്ന് ആഡ് ചെയ്ത് ആ പൊടികളൊക്കെ ബ്രെഡിൻ്റെ പൊടികളൊക്കെ അതിലേക്ക് നല്ലോണം ആക്കിയതിന് ശേഷം അതിൻ്റെ ആ ഷേപ്പിലാക്കി നമുക്ക് പാത്രത്തിലോട്ട് വെക്കാം. കടലേറ്റ് എല്ലാവർക്കും ഉണ്ടാക്കി പരിചയമുണ്ടാകും. കടലേറ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മുട്ട കൂട്ടാനൊക്കെ ഉണ്ടാക്കി കടലേറ്റ് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയായ കടലേറ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടി ഇട്ട കടലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു ചട്ടി വെച്ച് അതിലേക്ക് നമ്മുടെ കടലേറ്റുകൾ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകും. ഏകദേശം നല്ല ബ്ലാക്ക് അല്ലെങ്കിലും ഒരു ബ്രൗൺ നിറം കഴിഞ്ഞ ഒരു നിറമായ ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതിൽ ഓയിൽ പിടിക്കും. അപ്പം ഓയിലോട് നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഇപ്പം ഞങ്ങൾ ആദ്യം ഇത് മറിച്ചിട്ട് കൊടുത്തത് ഏകദേശം ബ്രൗൺ നിറമായ രീതിയിലാണ്. അപ്പോൾ ഇത് നല്ല ഓയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് ഒന്നും കൂടി ഒരു ബ്ലാക്ക് നിറത്തിലാക്കിയപ്പോൾ ഓയിലൊക്കെ അതിന് പിടിക്കാതെ തന്നെ ഞങ്ങൾക്ക് നല്ല ടേസ്റ്റിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട്. ഇത് ഓയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മുട്ട കൊണ്ടുള്ള കടലേറ്റ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം താങ്ക്സ്.